രാഹുൽ ഗാന്ധി സംസാരിച്ചു. രാഹുൽ ഗാന്ധി 22 മിനിറ്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഇതെല്ലാം ഞാൻ നേരിട്ട് കേട്ടതാണ്. ഈ അമിത്ഷായുടെയും അതുപോലെ രാഹുൽ ഗാന്ധിയുടെയും ആ ഡിസ്കഷൻ ഏതാണ്ട് പൂർണ്ണമായി പല അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ കേട്ടു. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇലക്ഷൻ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞില്ല. അദ്ദേഹം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് വോട്ട് ചോരി, അദ്ദേഹത്തിൻ്റെ സ്ഥിരം മന്ത്രം വോട്ട് ചോരി എന്നുള്ളത് പിന്നെ ഈ എന്താ പറയുക, ഈ ഉപരിപ്ലവമായിട്ട് ചില കാര്യങ്ങൾ, അതായത് ഈ പ്രാസംഗിക മികവ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഭ്യാസം മാത്രമായിരുന്നു അദ്ദേഹം ചെയ്തത്. പക്ഷെ 3 കാര്യങ്ങൾ അദ്ദേഹം പിന്നെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തു. ഒന്ന്, ഈ പിന്നെ ഈ ബൂത്തിൽ സ്ഥാപിക്കുന്ന CCTV ക്യാമറ ഉണ്ടല്ലോ, അതിൻ്റെ ദൃശ്യങ്ങൾ എന്തിനാണ് നിങ്ങൾ 45 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട തരാത്തത്, എന്തിനാണ് അത് നശിപ്പിക്കുന്നത് എന്നൊരു ചോദ്യത്തെ ചോദിച്ചു. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും നടക്കുന്ന ഈ വോട്ട് കൊള്ള, അതായത് പിന്നെ ഈ വോട്ട് ചോരി എന്ന് അദ്ദേഹം പറയുന്ന വോട്ട് കൊള്ള, ഇതിന് ഇതുവരെ സർക്കാരിനെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ടൊരു മാനദണ്ഡം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെന്ന് പറയുന്നത്. അതിന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള മറുപടി അമിത്ഷാ കൊടുത്തു. അത് തുടങ്ങിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയത് മുതൽ അദ്ദേഹം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.